ഞാൻ എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസമായി. ഈ 4 മാസം കൊണ്ട് എനിക്ക് വന്ന എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ അത് നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എനിക്ക് വന്ന എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതായത് 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ മാനിഫെസ്റ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 5-5-5 ടെക്നിക്ക് ചെയ്യും, 11-11 ടെക്നിക്ക് ചെയ്യും. എന്നിട്ട് ടെക്നിക്ക് ചെയ്തിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു പണം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? പറ്റത്തില്ല. ഒരാളിലേക്ക് പണം വരാനും പണം പോവാനും ഒരു റീസൺ മാത്രമല്ല. ഒന്ന്, ആ വ്യക്തിയുടെ സഞ്ചിത കർമ്മം. 2, അവർക്കൊരു പാറ്റേൺ ഉണ്ടാവും, ചെറുപ്പം മുതലേ ഉള്ളൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. 2, നിങ്ങളൊരു കാർമിക് ആയിട്ടുള്ള വ്യക്തികളുടെ ജീവിക്കുന്നതെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റത്തില്ല. പണം എന്ന് പറയുന്ന ഒരു എനർജിയാണ്, മനസ്സിലായി? നമ്മുടെ എനർജി ഫ്രീക്വൻസി, മണി എനർജി ഫ്രീക്വൻസി ഒരുപോലെ അലൈൻഡ് ആവുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് പണം വരത്തുള്ളൂ. അതുപോലെ തന്നെ പണം കൈകാര്യം ചെയ്യാനും പഠിക്കണം. പണം സേവ് ചെയ്യാനും ചെലവഴിക്കാനും ഉള്ളൊരു പണം സമ്പാദിക്കുക എന്നതൊരു കലയാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഇത് മാത്രമല്ല, ഇനിയുണ്ട് റീസൺസ്, മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം ചേർത്താണ് ഒരു വ്യക്തിയിലേക്ക് പണം വരുന്നതും പണം നഷ്ടപ്പെടുന്നതും. ഇനി പണം വരണമെങ്കിൽ ഇറങ്ങി പണിയെടുക്കുക തന്നെ ചെയ്യണം. പണിയെടുക്കാതെ ആരുടെ കയ്യിലും പണം വരത്തില്ല, മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ എങ്ങനെയാണ് മാനിഫെസ്റ്റ്, ഇത് നിങ്ങൾക്ക് ഞാൻ അങ്ങ് പറഞ്ഞു തരുക. ഞാൻ ഇത്രയും നാളും എന്റെ സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി എല്ലാവരും ഇത് അറിയണം, മനസ്സിലായോ? ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ എന്റെ ഈ പണം കൈകാര്യം ചെയ്യാൻ പഠിച്ചത് എന്റെ വല്യമ്മയിൽ നിന്നും എന്റെ അമ്മയിൽ നിന്നുമാണ്. എന്റെ വല്യമ്മയ്ക്ക് ഇപ്പൊ ഒരു 91 വയസ്സുണ്ട്. അപ്പം എന്റെ വല്യമ്മയുടെ ഹസ്ബൻഡ് ഒരു 35 വയസ്സായപ്പോൾ മരിച്ചുപോയി. അപ്പം എന്റെ അമ്മയാണ് ഏറ്റവും ഇളയത്. അപ്പം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പശു വളർത്തിയാണ് വരുമാന മാർഗം കണ്ടെത്തുന്നത്. അപ്പം പശു വളർത്തി 3 മക്കളെ വളർത്തണം, അവരെ കെട്ടിച്ചു വിടണം, അവരുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം. വല്യമ്മയുടെ ഏജ് ഇത്രയാവാം. അപ്പം എങ്ങനെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാം, അത് എല്ലാവർക്കും പ്രയോജനപ്പെടണം. അങ്ങനെ എന്റെ വല്യമ്മ ഒരു ചിട്ടി നടത്തി. അത് ചെറിയ ചിട്ടിയൊന്നും അല്ല കേട്ടോ, കുറച്ച് വലിയൊരു ചിട്ടിയാണ്. പക്ഷെ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരുന്നു. ഇപ്പം അങ്ങനെ വല്യമ്മ ചിട്ടിയൊന്നും ഇല്ല, ഇപ്പൊ സ്വസ്ഥമായിട്ടിരിക്കുന്നു. അപ്പം കുഞ്ഞിലെ മുതൽ ഞാൻ കണ്ടു വളരുന്നത് ഈ ചിട്ടി പൈസ എങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ പൈസ സേവ് ചെയ്യാം, എങ്ങനെ പണം കൈകാര്യം ചെയ്യാം, ഇങ്ങനെ കണ്ടു വളരുന്നത്. എന്റെ അമ്മയായാലും പൈസ സേവ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ വാങ്ങുന്നത് കണ്ടാ ഞാൻ വളർന്നത്. അങ്ങനെ ഒരു പാറ്റേൺ എനിക്കുള്ളത്. അതിനുശേഷം ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ പോയ എനിക്ക് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് നഷ്ടപ്പെട്ടു? അത് നമ്മൾ മനുഷ്യർ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് കാര്യങ്ങള്. അതായത് അങ്ങനെയാണ് ഞാൻ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ എനിക്ക് നഷ്ടപ്പെട്ട പൈസ എന്ന് പറയുന്നത്, എനിക്ക് 10 ലക്ഷം ഞാൻ അത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ്. അറിയത്തില്ല ഇതൊന്ന് മാനിഫെസ്റ്റേഷൻ ആണ്. ഞാൻ ഓൾറെഡി എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഈ 10 ലക്ഷം രൂപയുടെ ഗോൾഡ് കൊണ്ടുവന്ന് ഞാൻ ബാങ്കിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ കൊടുക്കുന്നത്. അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു കാർമിക്കാണ്. ഞാൻ അതങ്ങനെ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എനിക്കൊരു ആത്മധൈര്യം, ഞാനെല്ലാം എന്നാ പറയുന്നത്, എനിക്കിങ്ങനെ പൈസ നഷ്ടപ്പെട്ടു പോയി. MCAക്ക് ഇത്രയും മാർക്ക് ഞാൻ പാസ്സായി. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ നിന്നില്ല. ഞാൻ ഉറച്ച തീരുമാനം എടുത്തു, ഇവിടെ നിൽക്കുന്നില്ല, വേറൊരു സ്ഥലത്തേക്ക് ഞാൻ മാറി താമസിക്കുക. അങ്ങനെ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് മാറുന്നത്, മനസ്സിലായോ? അപ്പം അവിടെ ചെന്നു. പിന്നെ ഞാൻ വളരെയധികം ചുരുങ്ങി താമസിച്ചു. കാരണം പൈസ നഷ്ടപ്പെടുമ്പോഴും ഇപ്പുറത്ത് എന്റെ കയ്യിൽ ഒരു സേവിങ്സ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ലോഡ്ജ് എന്ന് പറയുന്നൊരു അത് ഞാൻ ഓപ്റ്റ് ചെയ്തത് തന്നെ. കാരണം ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയത് എനിക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചില മാസങ്ങളിലൊക്കെ 1000 രൂപയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പണം ഉള്ളപ്പോ എങ്ങനെ ജീവിക്കണമെന്നും ഇല്ലാത്തപ്പോ എങ്ങനെ ജീവിക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ സേവിങ്സ് എനിക്ക് ഇപ്പുറത്തുണ്ട്. പിന്നെ
ഞാൻ പിന്നെ ഈ മൈൻഡ് മാസ്റ്ററിയിലേക്ക് വന്നപ്പം എനിക്കുള്ള പ്രയോജനം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് സേവിങ്സ് ഉണ്ട്. പിന്നെ ഈ സേവിങ്സ് വെച്ച് എനിക്ക് ഈ ഒരു സ്ഥലം വാങ്ങാനായിട്ടുള്ള ആസ്തി എന്റെ കയ്യിൽ ഇല്ല. എന്റെ വീടിനൊരു 4 വീട് 5 വീടിന് അപ്പുറമായി ഈ സ്ഥലം കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് വാങ്ങാനായിട്ടുള്ള പൈസ എന്റെ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചൊരു 10-15 സെന്റ് സ്ഥലമുണ്ട്. അപ്പം കണ്ടോ, എന്റെ അലൈൻമെന്റും സ്ഥലം വാങ്ങാനായിട്ടുള്ള ആ ഫ്രീക്വൻസി ഒരുപോലെയായി. അപ്പോഴാണ് അറിയുന്നത് ഒരാളുടെ വീടാണ്, ഇത് 5 സെന്റ് സ്ഥലത്തെ താഴെ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ വാങ്ങാനുള്ള ആ എക്സാക്ട് ഇത് റെഡി ക്യാഷ് കൊടുത്ത ഞാൻ ഈ സ്ഥലം വാങ്ങിച്ചത്. പക്ഷെ അത്രയും വാങ്ങാനുള്ള പൈസ നമ്മുടെ ഇല്ല. അപ്പോഴാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചു എന്നെ കൊണ്ട് ഇത് സാധിക്കും. ഞാൻ ഒന്നിനും നെഗറ്റീവ് തോട്ട്സ് കൊടുക്കാൻ പറ്റും. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഞാൻ 2023 പ്രാക്ടീസ് ചെയ്തിട്ട് വീടെന്ന് പറഞ്ഞ സ്വപ്നം യാഥാർത്ഥ്യമായി 2026 മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഞാൻ ഒന്നും ചെയ്തില്ല. ടോക്കൺ പൈസ കൊടുത്തു. പിന്നെ അതിനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എന്നിലേക്ക് വന്ന് ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ വീട് വെച്ചത് എങ്ങനെയാണ്? എന്റെ സോൾ പവർ ഹയർ ആയപ്പം എന്റെ സോളുമായിട്ട് അലൈൻ ആയിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കിട്ടി വീട് വെക്കാൻ. പലരും വീട് വെച്ചിട്ട് ഇരുന്ന് സങ്കടപ്പെടുന്ന നിലവിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് എത്ര രൂപയാണോ എന്റെ കയ്യിലുള്ളത് അതിനേക്കഞ്ഞ ഒരു 250 സ്ക്വയർ ഫീറ്റ് താഴത്ത ഞാൻ വീട് വെച്ചത്. കാരണം വീടും വണ്ടി എന്ന് പറയുന്നത് ഡെഡ് മണിയാണ്. കാരണം ഹൗസ് വാമിങ്ങിൽ അന്ന് മാത്രമേ നമുക്കിത് പ്രൗഢി കാണിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത് അത് ആദ്യം മനസ്സിലാക്കണം. കാരണം ഇപ്പം എനിക്ക് വീടായി. അപ്പം ഈ വീട് പണിത് തന്നെ അത്രയ്ക്കും എന്നാ പറയുന്നത് എന്റെ സോളുമായിട്ട് അത്രയും അലൈൻഡ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഞാൻ, അതായത് കോട്ടയത്ത് ചെങ്ങളത്തുള്ള സ്ഥാപിച്ചാണ്ടാണ് എനിക്ക് ഈ വീട് പണിത് തന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ജെനുവിൻ ആയിട്ട് എന്നാ പറയുന്നത് സന്തോഷ സമാധാനത്തോടെ നമുക്ക് ഓരോ നിമിഷവും വീട്ടിലിരിക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ആ ഒരു ചേട്ടന്റെ മിടുക്കുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതേ ബഡ്ജറ്റിൽ എനിക്ക് വീട് തീർക്കാൻ പറ്റുന്നത്. അതും വളരെ മനോഹരമായിട്ടൊരു കുഞ്ഞു വീട്. മനസ്സിലായി? ഇങ്ങനെ ഞാൻ വീട് മാനിഫെസ്റ്റ് ചെയ്തെടുത്തത്. അല്ലാതെ ഞാൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുവോ? സീരിയസ്ലി എനിക്കൊരു ടെക്നിക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു ഹിപ്നോട്ടിക് കൗൺസിലർ, വെൽനസ് കോച്ചാണ്. ഹിപ്നോട്ടിക് കൗൺസിലർ കാരണം ഞാൻ പഠിക്കുന്നത് തന്നെ സൈക്കോളജിയുടെ പല ഏരിയസാണ്. വുമൻ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, അതുപോലെ അബ്യൂസ് ചെയ്തപ്പെട്ട ആളുകളുടെ മാനസികാവസ്ഥ, ഇതെല്ലാം പഠിക്കും. ഇപ്പൊ ചൈൽഡ് സൈക്കോളജി പഠിക്കുവാണെങ്കിൽ തന്നെ ആ സൈക്കോളജി അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് ഞാൻ ആ ഒരു ഏരിയ പഠിക്കുന്നത്. അത് പഠിച്ച് എക്സാം എഴുതി പാസ്സായെങ്കിലേ ഉള്ളൂ. ഞാൻ പാസ്സായതിനു ശേഷമാണ് ഹിപ്നോട്ടിക് കൗൺസിലർ ആവുന്നത്. അതുപോലെ ശാസ്ത്രത്തിനപ്പുറം എന്തോ ഉണ്ട് ചില ആളുകളുടെ കാര്യത്തില്. അത് എന്റെ തന്നെ ലൈഫിൽ എക്സ്പീരിയൻസ് വന്നാണ്. അതെന്താന്ന് ഞാൻ മുന്നോട്ടുള്ള വീഡിയോയിൽ ഉറപ്പായിട്ടും പറയും. അപ്പൊ ശാസ്ത്രത്തിനപ്പുറം എന്തോ ഉണ്ടെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങുന്നത്. സോളിനെ കുറിച്ചും പിന്നെ പാസ്റ്റ് ലൈഫ് അങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിച്ചു പോകുന്നത്. അന്നേരമാണ് എനിക്ക് അതിൽ നിന്നുള്ള ഉത്തരം കിട്ടുക. അപ്പൊ നമ്മൾ സ്പിരിച്വാലിറ്റിയും ഈ സൈക്കോളജിക്കൊപ്പം തന്നെ സ്പിരിച്വാലിറ്റി നമ്മൾ ഇതിന് ഒരുപോലെ. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കുന്നില്ല. അത് നമ്മൾ ഇൻഡെപ്തിൽ പഠിക്കും തോറും അതിലെ ആഴം കൂടിക്കൂടി വരിക. അത് പഠിക്കുന്നത് തന്നെ അത്രയും വലിയ വലിയ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നാണ്. അങ്ങനെയാണ് ഇത് എന്റെ ഒരു ജോബാണിത്. ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞാൽ ഇതെന്റെ ഒരു ജോലിയാണ്. ഇതെന്റെ സോൾ പർപ്പസ് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ ടീച്ച്, അത് ലൈഫ് പർപ്പസ് ആണ്. ഇപ്പൊ ഞാൻ ഇതിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഞാൻ കൊടുക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ 31 ദിവസത്തെ സെക്ഷനാണ്. അത് ആദ്യത്തെ 3 ദിവസം കൗൺസിലിംഗ് ആണ്. ഇവർക്ക് എന്താന്ന് ഇവരെ കൊണ്ട് തന്നെ മനസ്സിലാക്കിച്ച് അവരെ കൊണ്ട് തന്നെ സൊല്യൂഷൻ എടുപ്പിക്കുക. ഇതാണ് 3 ദിവസം കൊണ്ട് നടക്കുന്നത്. അതിനുശേഷം ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ ഏരിയാസിലും ഇവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാം 21 ഡേയ്സ് പ്രാക്ടീസ്. അതിനുശേഷം 7 ഡേയ്സ് വേറൊരു സെക്ഷൻ. അതായത് മൈൻഡ്, ബോഡി, സോള്, ബ്രെയിൻ ഇത് 4ഉം ഒരുപോലെ അലൈൻഡ് ആവുന്നത് എപ്പോഴാണോ അന്നേരമാണ് നമ്മുടെ ലൈഫില് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മുടെ ലൈഫിൽ ഓരോന്ന് വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ ഒരു 15 വർഷം ഒരു 19 വയസ്സിൽ എനിക്കൊരു വീട് സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു മൈൻഡ് മാസ്റ്ററിയിലേക്ക് വന്നതിന് ശേഷം എന്റെ സോൾ പവർ ഹയർ ആയപ്പോൾ ഒരു 8 വർഷത്തിനിപ്പുറം ഒരു 2-3 വർഷത്തിനുള്ളിൽ എനിക്കൊരു വീടായി. മനസ്സിലായോ? അതുപോലെ തന്നെ പിന്നെ എന്താ ചെയ്യുന്നത്, ഞാൻ 31 ദിവസം കൊണ്ട് ഒരു ആളെ ഒരു മൈൻഡ്
അവരെ തന്നെ മൈൻഡിന്റെ മാസ്റ്ററാക്കി വിടുകയാണ്. അതായത് ഇപ്പൊ നമ്മളൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഒരു ഗെയിം, ഒരു ക്രിക്കറ്റ് പഠിപ്പിക്കാനായിട്ട് പേരന്റ് കൊണ്ടുവന്ന് കോച്ചിന്റെ ഒരിക്കലാക്കുക. കോച്ച് എന്താ ചെയ്യുന്നത്? ആ കളിയെക്കുറിച്ച് വൃത്തിക്ക് പറഞ്ഞു കൊടുക്കും, അവന്റെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, അവന് വേണ്ട ടിപ്പും ട്രിക്സും എല്ലാം പറഞ്ഞു കൊടുക്കും. അവൻ ആ കളിക്കളത്തിൽ ഇറങ്ങി കളിച്ചില്ലെങ്കിൽ അവൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ ഞാൻ 31 ദിവസം കൊണ്ട് കൊടുക്കുന്ന സെക്ഷന് അവരവരുടെ ലൈഫില് അപ്ലൈ ചെയ്ത് സക്സസിലേക്ക് വരണം. കേട്ടോ, 31 ദിവസത്തിന് ശേഷം പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവരോട് പോകത്തുള്ളൂ. പിന്നെ എനിക്കൊരു ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പഠിപ്പിച്ച് ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു വിടുക. ഇത്രേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അല്ലാതെ 21 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ചിലപ്പം കിട്ടാനുള്ള പൈസയൊക്കെ ചിലപ്പം കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. കാരണം അത് കൊടുത്തിരിക്കുന്ന ഒരു നെഗറ്റീവ് സോൾമേറ്റിന്റെ കയ്യിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. കാർമിക് ആയിട്ടുള്ള വ്യക്തികളിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് 100-ൽ 110% ഞാൻ പറയുകയാണ് കിട്ടാനുള്ള ചാൻസ് തീരെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ആത്മധൈര്യം ഉണ്ടെങ്കിൽ എത്ര വലിയ സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് അതിന് കരകയറി പോകാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് എനിക്ക് വന്ന എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് പഠിക്കണമെങ്കിലും അതിനകത്ത് അത്ര എക്സ്പേർട്ട് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ഇരിക്കെ പോവാ. അത് ഹീലിങ്ങിനായാലും ശരി, ഏതിനായാലും ശരി, അത് നിങ്ങൾക്ക് ജെനുവിൻ ആണെന്ന് തോന്നുന്ന വ്യക്തികളിലേക്ക് മാത്രം ചൂസ് ചെയ്യുക. അല്ലെങ്കിലാണ് നിങ്ങൾക്ക് കാരണം പൈസ നഷ്ടപ്പെട്ടു പോലുള്ള വേദന എന്താന്ന് വേറെ ആരെ കഴിഞ്ഞും നല്ല രീതിയിൽ എനിക്കറിയാം. അതിനെ കൊണ്ടുള്ള ഭവിഷ്യത്ത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തത്. ഞാനൊരു മാനിഫെസ്റ്റേഷൻ കോച്ച് അല്ല, ഞാനൊരു ഹിപ്നോട്ടിക് കൗൺസിലർ വെൽനസ്, അതായത് മനസ്സിന്റെ ഇൽനെസ്സിൽ നിന്ന് മനസ്സിന്റെ വെൽനെസ്സിലേക്ക് എത്തിക്കുന്ന ഒരു സെക്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് അതുകൊണ്ട് കൗൺസിലിംഗ് സെക്ഷൻ തന്നെ വെച്ചിരിക്കുന്നത്. ചിലർക്ക് മെഡിസിൻ എടുക്കേണ്ട ആളുകൾ ഉണ്ടായിരിക്കും. അന്നേരം തന്നെ ഞാൻ അവരെ ആ ഒരു എന്നാ പറയുക സൈക്കാട്രി ഏരിയയിലുള്ള ഡോക്ടേഴ്സിനെ പ്രിഫർ ചെയ്യും. കാരണം അതൊന്നും എന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മള് മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പം നമുക്ക് ആ മാനസിക തലം ഉയരുമ്പോൾ സോൾ പവർ ഹയർ ആകുമ്പം നമ്മള് സോളിന്റെ അലൈൻമെന്റുമായിട്ട് കറക്റ്റ് ആകുമ്പം നമ്മൾ പോവേണ്ട വഴി മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഫ്രീക്വൻസി ഉണ്ട്. ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അവരവർക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? സോൾ പവർ ഹയർ ആവണം. അപ്പം ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലാതെ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇന്ന രീതിയിലൊക്കെ അട്രാക്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് അട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ എത്ര ദിവസം വേണം എന്ന് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും ക്ഷമയാണ് വേണ്ടത്. എല്ലാ കാര്യത്തിനും ക്ഷമയോടുകൂടി നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങണം. അതുപോലെ നമുക്കൊരു എന്തെങ്കിലും ആദ്യം നമ്മളെ അതുപോലെ തന്നെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇമോഷണലി ഇംബാലൻസിലേക്ക് പോകുന്നത്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഫെമിനിൻ എനർജി ആയിരിക്കും ഹയർ ആയിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാസ്കുലിൻ എനർജിയും കൂടെ ബാലൻസ്, അതായത് ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ എനർജി എന്ത് ചെയ്യണം? ബാലൻസിൽ കൊണ്ടുവരണം. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് വേണ്ടത് എന്താണോ അതിലേക്ക് മാത്രം പോവുക. നിങ്ങൾക്ക് മനോധൈര്യം ഉണ്ടോ? നിങ്ങൾ ഒരു കോച്ചിങ്ങിന് പോയില്ലെങ്കിലും നിങ്ങൾ സക്സസിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. എനിക്ക് വന്ന എൻക്വയറിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. എന്റെ കമന്റ് ബോക്സിൽ തന്നെ ധാരാളം ഉണ്ട്. കാരണം റിലേഷൻഷിപ്പ് ഇഷ്യൂ വരാൻ ഒരു കാരണമല്ല. നിങ്ങൾ ചിലപ്പോൾ ഉള്ളത് ഒരു കാർമിക് ആയിട്ടുള്ള പാർട്ണറിന്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് സോൾമേറ്റിന്റെ കൂടെ ആയിരിക്കും. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ അടുത്താണ് ട്വിൻ ഫ്ലെയിം. ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത്. ഇനി ഇങ്ങനെ കുറച്ച് ഞാൻ വിചാരിച്ചു നമ്മുടെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു വീഡിയോ ചെയ്യാം, പക്ഷെ ഇനി ഇല്ല. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അതാണ് ഇനി ഇപ്പൊ അടുത്ത നിൽക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ എന്താന്ന് ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താ? കാരണം നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. ആദ്യം നിങ്ങളുടെ പ്രശ്നം എന്താന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ഇതിന് പുറത്തു കിടക്കാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക. അപ്പം അതിനുള്ള സൊല്യൂഷൻ നിങ്ങളിലേക്ക് വരും. ഇത്ര ഉള്ളൂ ഇതിനകത്ത് കാര്യം, വേറെ ഒന്നുമില്ല. അതുകൊണ്ട്
എനിക്കിതാണ് പറയാനായിട്ടുള്ളത്. എനിക്ക് വന്ന എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, ഒരു തട്ടിപ്പിലും പോയി ചാടാതെ നിങ്ങൾ വളരെ സേഫ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. ഓക്കെ, താങ്ക്